ദൈവനാഥനും ദൈവനാഥനും ഉണ്ടാകട്ടെ. വീണ്ടും വരുന്നതിനായിരിക്കുന്ന യേശുക്രിസ്തുവിനാഥൻ എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മെ ആയിരിക്കുന്നിടക്കൊക്കെ സന്തോഷത്തോടെ സൂക്ഷിക്കുന്നു ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ഹൃദയത്തിൽ ദൈവം പകർന്നിരിക്കുന്ന സന്തോഷം, ദൈവം തന്നിരിക്കുന്ന രക്ഷയുടെ സന്തോഷമാണ്. ബാക്കിയുള്ള സന്തോഷങ്ങളൊക്കെ നൈമിഷികമായിരിക്കുന്നതാണ്. അത് നിലനിൽക്കുന്നതല്ല. അത് നമ്മെ ചില സന്തോഷങ്ങളൊക്കെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ നിരാശപ്പെടുത്തുകയും ചെയ്യും. എന്നാൽ ദൈവം നമുക്ക് ക്രിസ്തുവിൽ തന്നിരിക്കുന്ന സന്തോഷം അത് രക്ഷയുടെ സന്തോഷമാകിയാൽ അത് നിലനിൽക്കുന്നതാണ്. ഞാനൊരു വാക്യം വായിക്കാം. പത്രോസ് എഴുതിയ ലേഖനത്തിനകത്ത് 1 പത്രോസ് അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം. അതിൽ നിങ്ങൾ ഇപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. അതിൽ നിങ്ങൾ ഇപ്പോൾ അല്പനേരത്തേക്ക് നാനാവിധ പരീക്ഷകളാലും ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കും. ഈ പദത്തിന്റെ പ്രത്യേകത, നിങ്ങൾക്കിപ്പോ കുറച്ചു നേരത്തേക്ക് ദുഃഖങ്ങളുണ്ടെങ്കിലും നിങ്ങൾ വളരെ ആനന്ദിക്കുകയാണ് ചെയ്യുന്നത്. അത് ആനന്ദിക്കുന്ന ഏതിലാണെന്നുള്ളതാണ് വളരെ പ്രത്യേകതയുള്ളൊരു കാര്യം. ഇവിടെ എഴുതിയിരിക്കുന്ന വാക്യം നമുക്കത് വായിക്കുമ്പോൾ നമുക്കതിൻ്റെ മുകളിലെ വാക്യം വായിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്. നമുക്ക് 4ഉം 5ഉം വാക്യം ഒന്ന് വായിക്കാമോ? അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ വെളിപ്പെടാനിരിക്കുന്ന രക്ഷയ്ക്ക്, ആ രക്ഷയോടുള്ള ബന്ധത്തിലാണ് പറയുന്നത്. അത് ഇംഗ്ലീഷ് എഴുതുമ്പോൾ ഇംഗ്ലീഷ് അത് വായിക്കുമ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അതിൽ നിങ്ങൾ ഇപ്പോൾ അല്പനേരത്തേക്ക് നാനാവിധ പരീക്ഷകളാലും ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കും. അപ്പോൾ നമുക്ക് നാനാവിധ പരീക്ഷകൾ വരുമ്പോൾ നമുക്ക് ദുഃഖം ഉണ്ടാവും. എന്നാൽ ഈ ദുഃഖം ഉണ്ടാകുന്നെങ്കിലും നമുക്ക് ആനന്ദിക്കാനുള്ളൊരു കാര്യം നമുക്ക് വരുവാനിരിക്കുന്ന രക്ഷയെ കുറിച്ചിട്ടാണ്, വരാനിരിക്കുന്ന രക്ഷയെക്കുറിച്ച്. എന്നാൽ അതിനേക്കാളും വളരെ അത്ഭുതം തോന്നുന്നൊരു വാക്യമാണ് അതിന് വേറൊരു വാക്യം, അതിന്റെ 8 മുതലുള്ള വാക്യം. അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു, ഇപ്പോൾ കാണാതെ വിശ്വസിച്ചും കൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു. ആദ്യം പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ആനന്ദിക്കുന്നു എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. നമുക്ക് വരാനുള്ള രക്ഷയിൽ നമ്മൾ ആനന്ദിക്കുന്നു എന്ന് മാത്രമേ എഴുതി. എന്നാൽ രണ്ടാമത് പറഞ്ഞിരിക്കുന്ന രക്ഷയെക്കുറിച്ച് എഴുതിക്കുമ്പോൾ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: നിങ്ങളുടെ വിശ്വാസത്തിന്റെ അന്തമായ ദ എൻഡ് ഓഫ് യുവർ ഫെയ്ത്ത്. എന്നിട്ട് പറയാണ്, അന്തമായ ആത്മരക്ഷ പ്രാപിക്കുകയും. ആത്മരക്ഷ പ്രാപിക്കാൻ പോകുന്ന കാര്യമല്ല, പ്രാപിച്ച രക്ഷയും പ്രാപിക്കാൻ പോകുന്ന രക്ഷ, 2 രക്ഷയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഒന്ന്, അന്ത്യകാലത്ത് വെളിപ്പെടാനിരിക്കുന്ന രക്ഷയും. 2, നമ്മൾ പ്രാപിച്ച രക്ഷയും. അപ്പൊ നാനാവിധ പരീക്ഷകൾ വരുമ്പോൾ നമ്മൾ ഓർക്കുന്ന ഇതാണ്: കർത്താവേ, ഇത് അല്പകാലത്തേക്ക് ഉള്ളൂ, ഇത് കുറച്ച് കാലത്തേക്ക്. അത് കഴിയുമ്പോൾ ഒരു വലിയ രക്ഷ വെളിപ്പെടാൻ പോവുക. അതിൽ നമുക്ക് വളരെ ആനന്ദമുണ്ട്. എന്നാൽ ഈ രണ്ടാമത് എഴുതിയിരിക്കുന്ന രക്ഷ എന്ന് പറയുന്നത്, അവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയെക്കുറിച്ച് അതിന്റെ 9-ാം വാക്യം, നിങ്ങളുടെ വിശ്വാസത്തിന് അന്തമായ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടുകൂടെ ആനന്ദിക്കും. അത് പറഞ്ഞു തീർക്കാൻ കഴിയത്തില്ല, അത് മഹിമയുള്ളതാണ്. അങ്ങനെ സന്തോഷത്തോടെ ആനന്ദിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലഭിച്ച രക്ഷയെ കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് ഏത് നേരത്തും, അത് ദുഃഖിക്കുന്ന സാഹചര്യത്തിൽ മാത്രമല്ല, നമ്മൾ സന്തോഷിക്കുന്ന സാഹചര്യത്തിൽ പോലും നമുക്ക് ലോകം തരാവുന്ന സന്തോഷത്തെ കവിയുന്നൊരു സന്തോഷം, നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്ന ഒരു സന്തോഷമുണ്ട്. അതാണ് രക്ഷയുടെ സന്തോഷം. എന്നാൽ ഇന്ന് ആൾക്കാർക്ക് അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ആ രക്ഷയുടെ സന്തോഷം, അതാ ദാവീദ് പറഞ്ഞത്, രക്ഷയുടെ സന്തോഷം തിരികെ തരണമേ. എന്റെ ഏറ്റവും വലിയ സന്തോഷം അതാണ്. നീ എന്നെ രക്ഷിച്ചു, എന്നെ വീണ്ടെടുത്തു,
എന്നെ നീതീകരിച്ചു, എന്നെ വിശുദ്ധീകരിച്ചു. അതേ, നമ്മൾ ഇന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടൊക്കെ ആയിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ തിരതെല്ലണ്ടെന്ന് സന്തോഷം അതാണ്. ബാക്കി സന്തോഷങ്ങളൊക്കെ താൽക്കാലികമായിരിക്കുന്ന സന്തോഷമാണ്. നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന രക്ഷയ്ക്ക് തന്നെ കാരണം ഈ രക്ഷയാണ്. നമുക്ക് അന്ത്യകാലത്ത് വെളിപ്പെടാനിരിക്കുന്ന നമ്മുടെ കർത്താവിന്റെ വരവെങ്കിൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന, അതാണ് അതിന്റെ അവിടെ എഴുതിയിരിക്കുന്നത്. ഇങ്ങനെയാണ് അതിന്റെ, നമുക്ക് ആ 4-ാം വാക്യം ഒന്നുകൂടെ വായിച്ചാൽ. അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അന്ത്യകാലത്തുള്ള രക്ഷയോട് ചേർന്ന് നിൽക്കുന്ന കാര്യമാണ് ക്ഷയം, മാലിന്യം സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്ത ഒരു അവകാശം. അത് നമ്മുടെ ശരീരത്തിന്റെ പുനരുദ്ധാനം മുതൽ നമുക്ക് നിത്യതയിൽ നമുക്ക് ദൈവം വെച്ചിരിക്കുന്ന രക്ഷയുടെ അനുഭവങ്ങളെ മുഴുവൻ എഴുതിയിട്ട് പറയാണ്. അതൊന്നും ക്ഷയമില്ലാത്തതാണ്, മാലിന്യമില്ലാത്തതാണ്, വാട്ടമില്ലാത്തതാണ്. ആ ഒരു അവകാശത്തിന് വേണ്ടി ദൈവം നമ്മളെ വീണ്ടും ജനിപ്പിച്ചിട്ടുണ്ട്. അവിടെയും പറയുന്ന പ്രധാന കാര്യം വീണ്ടും ജനനം എന്നുള്ളതാണ്. അപ്പൊ അന്ത്യകാലത്ത് വെളിപ്പെടാനിരിക്കുന്ന രക്ഷയ്ക്ക് അടിസ്ഥാനം എന്ന് പറയുന്നത് വീണ്ടും ജനനമാണ്. നമുക്ക് തന്നിരിക്കുന്ന ഇവിടെ എഴുതിക്കുന്നത് 9-ാം വാക്യം, നിങ്ങളുടെ വിശ്വാസത്തിന്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തരാത്തതും മഹിമയുള്ളതുമായ ഒരു സന്തോഷത്തോടുകൂടി ആനന്ദിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് അടുത്ത 10-ാം വാക്യം, നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെ ആരാഞ്ഞ് അന്വേഷിച്ചിരുന്നു. നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയെക്കുറിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അന്ത്യകാലത്ത് വെളിപ്പെടാനിരിക്കുന്ന രക്ഷയെക്കുറിച്ച് ആരാഞ്ഞിരുന്ന പ്രവാചകന്മാർ ഈ രക്ഷയെക്കുറിച്ച് ആരാഞ്ഞ് അവരന്വേഷിച്ചു. ഇത് എന്തൊരു രക്ഷയാണ്! അവർക്ക് കർത്താവിന്റെ 2ാമത്തെ വരവ് പറയുമ്പോൾ പോലും ഈ രക്ഷയെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ അവരെ കൊണ്ട് കഴിയാറില്ല. കാരണം യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ മരണത്തിലെ യാഥാർത്ഥ്യത്തെ അവർക്ക് പലപ്പോഴും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഗ്ലിംസ് ലഭിച്ചവരായിരുന്നു, അതിൻ്റെ ഒരു ചെറിയ ചെറിയ കണികകൾ ലഭിച്ചവരായിരുന്നു ദാവീദും അബ്രഹാമും ഒക്കെ. എന്നാൽ എല്ലാവർക്കും അത് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. എന്തിനേറെ ദാവീദും അബ്രഹാം പോലും അത് ഗ്രഹിച്ചെങ്കിലും അവര് ജാതികൾ ഇതിന്റെ ഭാഗവാക്കുകളാവുമെന്ന് അവർ വിശ്വസിച്ചിരുന്നില്ല. നമുക്കത് എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിനകത്തൊക്കെ അത് പൗലോസ് ശ്ലീഹ അത് പറയുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. വേണമെങ്കിൽ ഒന്ന് വായിക്കാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം ചില പ്രാർത്ഥനാ വിഷയങ്ങൾ എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടൊരു മുഖവര് പോലെ പറയുന്നതേ ഉള്ളൂ. ഇത് നമുക്കൊന്ന് എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിനകത്ത് എടുത്ത് നോക്കാമല്ലോ. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 4 മുതലുള്ള വാക്യം. നിങ്ങൾ അത് വായിച്ചാൽ ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള മർമ്മത്തിൽ എനിക്കുള്ള ബോധം നിങ്ങൾക്ക് ഗ്രഹിക്കാം. ആ മർമ്മം ഇപ്പോൾ അവന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ പൂർവ്വകാലങ്ങളിൽ മനുഷ്യർക്ക് അറിവായി വന്നിരുന്നില്ല. ഇപ്പോൾ എന്നുള്ള വാക്ക് ശ്രദ്ധിക്കണം. ഇപ്പോൾ അവന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിൽ വെളിപ്പെട്ടതുപോലെ പൂർവ്വകാലങ്ങളിൽ മനുഷ്യർക്ക് അറിയായി വന്നിരുന്നില്ല. എന്നിട്ട് 6-ാം വാക്യം, അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തു യേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളും ആകണം എന്നുള്ളത് തന്നെ. ഇതൊന്നും അവർക്കൊന്നും മനസ്സിലായൊന്നുമില്ല. ഈ വലിയ മർമ്മം അവർക്ക് മനസ്സിലായില്ല. ഈ ഒരു മർമ്മം കാരണമാണ് നമ്മൾ ഇന്നിവിടെ ഇന്ന് കൂടിയിരിക്കുന്നത്. ഏതാ? ജാതികളായ നമ്മൾ ഈ വാഗ്ദത്തത്തിന്റെ അവകാശികളും ക്രിസ്തുയേശുവിന്റെ ആ ശരീരത്തിന്റെ ഭാഗവാക്കുകളുമായിട്ട് ഇരിക്കാൻ തക്കവണ്ണം ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ കൃപയെ ഓർത്താൽ, ഈ രക്ഷയെ ഓർത്താൽ, നമുക്ക് തന്നിരിക്കുന്ന വീണ്ടും ജനനത്തെ ഓർത്താൽ, നമ്മുടെ ഉള്ളിൽ പകർന്ന രക്ഷയുടെ സന്തോഷം ഓർത്താൽ അതെങ്ങനെ എന്തുകൊണ്ട് വിവരിക്കാൻ പറ്റും? നമ്മുടെ നാട്ടുകാരും ബന്ധുക്കോസുകാരെ കളിയാക്കി പാടുന്നതാണേലും അതിനകത്തൊരു സത്യമുണ്ട്. എന്താണെന്നറിയാമോ? സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യ, ഏനിപ്പോ സ്വർഗത്തിൽ വലിഞ്ഞു കയറും എന്നൊക്കെ നാട്ടുകാരെ നമ്മളിപ്പോ കളിയാക്കിയതാണേലും അതൊരു സത്യമാണ് പറഞ്ഞു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ പോക്ക് കണ്ട അവർക്ക് അങ്ങനെ തോന്നണം. തോന്നിയില്ലെങ്കിൽ അതിനകത്ത് നമുക്കാ കുഴപ്പം, അവർക്കല്ല കുഴപ്പം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ we live in an abundant joy, an overflowing joy. നമ്മുടെ ഉള്ളിനകത്തൊരു സന്തോഷത്തിന്റെ തിരതല്ലുണ്ടാകണം. കാരണം നമുക്ക് എന്തിന്റെ സന്തോഷമാണ്? ഇപ്പൊ നമുക്ക് സന്തോഷം ഉണ്ടാക്കാനായിട്ട് പറ്റുമല്ലോ. എല്ലാവരും നമുക്ക് അറിയാം, ഇന്ന് ചില സഭകളിനകത്തൊക്കെ ലാഫിങ് ഇൻ ദ സ്പിരിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഗിഫ്റ്റാണ് അവർ പറയുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇങ്ങനെ പരിശുദ്ധാത്മാവ് മുകളിൽ നമ്മുടെ മേലിലേക്ക് വന്ന് കഴിയുമ്പോൾ പിന്നെ എല്ലാവരും കൂടെ കൂട്ടമായിട്ടിരുന്ന് ചിരിക്കും. അതൊക്കെ കൊള്ളാം, അത് ഇരുന്നോട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാലും അത് ആ ലാഫിംഗ് ഇൻ ദ സ്പിരിറ്റ് 4 പേര് അടിക്കുമ്പോഴും കൂടെ ചിരിച്ചിരുന്നത് നല്ലതായിരുന്നു എന്നുള്ളത് ഒരു സത്യമാണ്. എന്നെങ്കിലും ഈ ശരിക്കുമുള്ള നമുക്ക് ശരിക്കും ഉള്ളിന്റെ ഉള്ളിൽ സന്തോഷം ഉണ്ടാകണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല. അത് ദൈവം തന്നെ. ഈ രക്ഷയുടെ സന്തോഷത്തിന്റെ വേറൊരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രക്ഷയുടെ സന്തോഷം നമ്മുടെ ചിരിയിലല്ല അത് കാണുന്നത്, അത് ക്രിയയിലത് കാണുന്നത്. അത് നമ്മുടെ ജീവിതത്തെ ക്രിയാത്മകമായി നമ്മെ വ്യത്യാസപ്പെടുത്തുന്ന സന്തോഷമാണ്. അതുകൊണ്ടാണ് അത് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന സന്തോഷമല്ല, അല്ലെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യും. ഇത് ബിയോണ്ട് എക്സ്പ്രഷൻ ആണ് ആ സന്തോഷം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ ഒരു മുഖം പാടിയിരിക്കുന്ന ഇപ്പൊ നമുക്കറിയാം, നമുക്കൊരു അടിച്ച് നമ്മുടെ മുഖം പാടിയിരിക്കുമ്പോഴും നമുക്ക് സന്തോഷിക്കാനായിട്ട് കഴിയണം. കാരണം എന്താ ആ സന്തോഷം എന്താന്ന് അറിയാവോ? ഇങ്ങനെ ആൾക്കാരെ നമ്മൾ മുഖം പാടുന്നതിന് പല കാരണങ്ങളുണ്ടായിരിക്കാം. നമ്മുടെ ചിന്ത എന്നാന്ന് വെച്ചപ്പോ നമുക്കറിയാമല്ലോ. ഇപ്പം നമുക്ക് ഇതിന്റെ തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിനകത്ത് എഴുതിക്കുമ്പോൾ, നിങ്ങൾ ജാതികളെ പോലെ ദുഃഖിക്കരുത്, കരയരുത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നമുക്ക് കരയാം, പക്ഷെ മറ്റുള്ളവർ കരയുന്ന പോലെ കരയരുതെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർ കരയുമ്പം ആ കരയുന്നത് പ്രത്യാശയില്ലാതെ കരയുന്നത്. അപ്പൊ പ്രത്യാശയുള്ളവൻ കരയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രത്യാശ പോയത് കൊണ്ട് കരയുന്നതല്ല, ഒരു വ്യക്തി തന്നെ വിട്ട് പോയത് കൊണ്ട് കരയുന്നത്. എന്നാൽ ആ കരച്ചിലിനുള്ള വ്യത്യാസമുണ്ട്. എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മുടെ പരീക്ഷകളിനകത്തൊക്കെ വരുമ്പോൾ നമ്മൾ ദുഃഖിച്ചിരിക്കേണ്ടി വരുമ്പോഴും നമുക്ക് സന്തോഷിക്കാൻ കഴിയണം. ഒന്ന്, നമുക്ക് വരുവാനുള്ള കൃപയിൽ, എന്നാൽ അതിനേക്കാൾ ഉപരിയായിട്ട് നമുക്ക് ലഭിച്ച ദൈവകൃപയിൽ നമുക്ക് സന്തോഷിക്കാൻ കഴിയണം. ആ സന്തോഷം എന്ന് പറയണമെങ്കിൽ നാം ഈ രക്ഷയിൽ നിലനിൽക്കേണ്ടത് വളരെ ആവശ്യമാണ്. അതുകൊണ്ടാണ് പത്രോസ് റോമർക്കെഴുതിയ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്, നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് ആ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് ദൈവത്തോട് ലഭിച്ച സമാധാനം, പണ്ട് ദൈവത്തോട് യുദ്ധമായിരുന്നു, ആ ലഭിച്ച സന്തോഷം നമുക്കറിയാമല്ലോ. ആ സന്തോഷത്തെ നമുക്കൊന്ന് അവിടെ എക്സ്പ്രസ് ചെയ്തിട്ടില്ലെങ്കിലും നമുക്കൊന്ന് വിഭാവനം ചെയ്യാൻ പറ്റും. ഈ മുടിനായ പുത്രൻ തിരിച്ചു വന്നപ്പോൾ അവൻ പറയുന്ന വാക്കുകളെ ഒക്കെ കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ പിതാവ് അവനെ ചെരുപ്പിടിയിക്കണമെന്നും മോതിരിടിപ്പിക്കണമെന്നും അവന് നല്ല വസ്ത്രങ്ങളൊക്കെ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് അവനെ ആ പിതാവ് സ്വീകരിക്കുമ്പോൾ അവന്റെ ഹൃദയത്തിൽ വന്നൊരു സന്തോഷമുണ്ട്. ഞാൻ മരിച്ചവനായിരുന്നു, ഇന്ന് ജീവിച്ചിരിക്കുന്നു. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ സന്തോഷം എന്താണ്? ഞാനൊരു കാര്യം പറയട്ടെ, ഈ ഒരു സന്തോഷത്തിന് പകരം നമുക്ക് ജോലി കിട്ടുമ്പോൾ സന്തോഷം വന്നാൽ, നമുക്ക് എന്തെങ്കിലും കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോൾ സന്തോഷം വന്നാൽ, അതൊന്നും ഒരു സന്തോഷമൊന്നുമല്ല. ഇപ്പൊ അവരുടെ കല്യാണം നടന്നത് ഇതൊക്കെ സന്തോഷമുണ്ട്, സന്തോഷമില്ലെന്നൊന്നും പറഞ്ഞില്ല, സന്തോഷിക്കണമെന്ന് തന്നെയാണ് ഞാൻ. എന്നാ അതിലെല്ലാം സന്തോഷിക്കണേലും അതൊന്നും ഈ രക്ഷയുടെ സന്തോഷത്തോടെ ചേർത്ത് വെക്കാൻ പറ്റത്തില്ല. അതൊന്നും രക്ഷയുടെ സന്തോഷത്തോട് ചേർത്ത് വെക്കാൻ കഴിയത്തില്ല. എന്ന് നമ്മൾ അതിനെ രക്ഷയുടെ സന്തോഷത്തോട് ചേർത്ത് വെക്കാൻ തുടങ്ങുന്നു, അന്ന് നമ്മുടെ ആത്മീയ ജീവിതം അധപ്പതിച്ചു തുടങ്ങി എന്ന് പറഞ്ഞാൽ മതി. ഇന്ന് നമുക്കുണ്ടായ പല അധപ്പതനത്തിന്റെ കാരണം എന്തിന്? നല്ലതായിട്ടൊന്ന് അന്യഭാഷ പറഞ്ഞ് ആരാധിച്ചാൽ തന്നെ നമുക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ട്. എന്നാൽ ആ സന്തോഷത്തെ രക്ഷയുടെ സന്തോഷത്തോടൊന്ന് ചേർത്ത് വെച്ച് നോക്കിക്കോ, അന്ന് മുതൽ നമ്മുടെ ആത്മീയ ജീവിതം പുറകോട്ട് പോകാൻ തുടങ്ങും. കാരണം പിന്നെ അവന്റെ സന്തോഷം യേശുവിലല്ല, പിന്നെ അവന്റെ സന്തോഷം അവന് ലഭിക്കുന്ന ആത്മീയ വരങ്ങളിലായിത്തീരും. അതാണ് ഇതിനകത്ത് ദോഷം എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് ഇരിക്കുമ്പോൾ നമ്മൾ വളരെ വിവേചനത്തോടെ പ്രാർത്ഥിക്കണം. കാരണം നമ്മുടെയൊക്കെ അന്നത്തെ സഭകളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവം തന്നിരിക്കുന്ന രക്ഷയെക്കുറിച്ച്, ദൈവത്തിന്റെ പുത്രനെ കുറിച്ചുള്ള ശരിക്കുള്ള പ്രകാശനം ലഭിക്കാതെ, അതിന്റെ മഹിമ തിരിച്ചറിയാതെ, അതിന്റെ വല്ലഭത്വം തിരിച്ചറിയാതെ നമ്മൾ പലതിനകത്ത് സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക ചെയ്യുന്നത്. അതുകൊണ്ടുണ്ടാകുന്ന പരാജയങ്ങളാണ്. നമ്മൾ വിചാരിക്കുന്നത് എന്താ, ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ ഉള്ള പോലത്തെ ഒരു ഉത്സാഹമോ അതിനനുസരിച്ചുള്ള ഒരു മുന്നേറ്റം എനിക്കില്ലല്ലോ, എന്താ എനിക്കുണ്ടായ പ്രശ്നം? ഇന്ന് എനിക്ക് വണ്ടിയുണ്ട്, എനിക്കെന്ന് വീടുണ്ട്, എനിക്ക് ഭാര്യയുണ്ട്, എനിക്ക് കുഞ്ഞുങ്ങളുണ്ട്, എനിക്ക് അതുണ്ട് ഇതുണ്ട്, എല്ലാം ഉണ്ട്. കൃപാവരങ്ങളൊന്നും ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷേ അതൊന്നും ഇതിന് പകരമാകുന്നില്ല. അതുകൊണ്ടാണ് പിതാക്കന്മാർ പറയും, രക്ഷയോടുള്ള ബന്ധത്തിൽ പറയുന്നത്, ഇറ്റ്സ് ക്രൈസ്റ്റ് അലോൺ. പഴയ പിതാക്കന്മാരുടെ അവര് പറയുന്നത് ഒന്ന് സ്ക്രിപ്ചർ അലോൺ, തിരുവചനം തന്നെ. അതുപോലെ തന്നെ ക്രിസ്തു മാത്രം, ദൈവത്തിന്റെ മഹത്വത്തിന് മാത്രം.
വിശ്വാസം മാത്രം. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നതിന്റെ കാരണം എന്താണ്? ഇതിൽ നിന്ന്, ഈ അടിസ്ഥാനത്തിൽ നിന്ന് നമ്മൾ മാറിപ്പോകുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഒരു അബണ്ടൻസ് ജീവിക്കാനായിട്ട് കഴിയത്തില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം. നമുക്ക് ഇന്ന് ഈ ഭാഗങ്ങൾ ഞാൻ പറയാൻ കാരണം, നാം ആഗ്രഹിക്കുന്നത് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ രക്ഷയിൽ നമുക്ക് സന്തോഷിക്കുക മാത്രമല്ല, നമുക്ക് അതിനനുസൃതമായിട്ട് പ്രാർത്ഥിക്കാൻ നമ്മൾ സമയക്കിപ്പേണ്ട ആവശ്യമാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ദൈവാസരി ലോകം വിട്ട് പോയപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് എഴുതിയ ആർട്ടിക്കിളിനകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്ന ഒരു പദം എന്നെ വളരെ സ്പർശിക്കാനായിട്ട്. അദ്ദേഹത്തിന്റെ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നത് ദൈവവചനത്തിന്റെ പരമാധികാരം അദ്ദേഹം കുടുംബത്തിനും സഭയിലും അതുപോലെ തന്നെ വ്യക്തിപരമായ ജീവിതത്തിലുമൊക്കെ അദ്ദേഹം അതിനെ വളരെ ഊന്നൽ കൊടുത്തുകൊണ്ട് സൂക്ഷിച്ചിരുന്നു എന്ന് വായിക്കാനായിട്ടിടും. ദൈവവചനത്തിന് നമ്മുടെ മേലൊരു പരമാധികാരമുണ്ട്. അതായിരിക്കണം നമ്മുടെ കുടുംബത്തെ നിയന്ത്രിക്കേണ്ടത്, അതായിരിക്കണം നമ്മുടെ സഭയെ നിയന്ത്രിക്കേണ്ടത്, അതായിരിക്കണം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെ നിയന്ത്രിക്കേണ്ടത്. അതങ്ങനെ നിയന്ത്രിക്കാതിരുന്നാൽ നമുക്ക് വേണ്ടും വേണം നമ്മുടെ കുടുംബജീവിതമോ സഭാജീവിതമോ എന്തിന് നമ്മുടെ നിത്യതയോടുള്ള ബന്ധത്തിലോ നമുക്ക് അതിൻ്റെ ആ മഹിമ അനുഭവിക്കാനായിട്ട് നമുക്ക് കഴിയത്തില്ല. എല്ലാറ്റിനും ഉപരിയായിട്ട് ആ ഒരു കാര്യം നമുക്കറിയാം. വേദപുസ്തകത്തിനകത്ത് ഇടയ്ക്കിടയ്ക്ക് വരുന്നൊരു ശബ്ദമാണ് ഇപ്പം തന്നെ വായിച്ചല്ലോ, പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷം. അതുപോലെ ഒരു പദമാണ് നാം നനയ്ക്കുന്നതിലും ഒക്കെ ഉപരിയായിട്ടുള്ളത് ചെയ്യാൻ കഴിയുന്നവൻ. നമ്മൾ സമാധാനത്തെ കുറിച്ച് പറയുമ്പോഴും അതെങ്ങനെയാണ്, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ചിന്തകൾക്ക് അസസ് ചെയ്തെടുക്കാൻ പറ്റുന്നതല്ല. നമ്മൾ ചിന്തിച്ചു കൂട്ടിയാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നതല്ല. ഇപ്പൊ സഭ തന്നെ പ്രാർത്ഥിക്കുമ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് ആ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിനകത്തെ ആ വാക്യം നമുക്കൊന്ന് വായിക്കാം. അതിന്റെ 3-ാം അധ്യായം തന്നെ, അതിന്റെ 14 അതിന്റെ 20-21 വാക്യം. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തുയേശുവിലും എന്നേക്കും തലമുറയായി മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. അപ്പൊ ഇവിടെ എഴുതിയിരിക്കുന്നത്, എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി, അത്യന്തം അബണ്ടന്റ് ആയിട്ട് ചെയ്യാൻ പറ്റും, ബിയോണ്ട് ആയിട്ട് ചെയ്യാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്. ആരിലൂടെയാണ് ചെയ്യുന്നത്? ഏതിലൂടെ ചെയ്യുന്നത്? നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ ചെയ്യുവാൻ കഴിയുന്നവന് ക്രിസ്തുയേശുവിലും സഭയിലും ക്രിസ്തുയേശുവിലും എന്നേക്ക് തലമുറയായി മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. എന്നാൽ നമ്മൾ ഈ വാക്യം ചിന്തിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, എന്നാൽ നാം ചോദിക്കുന്നതിലും, ഇവിടെ എന്തിനെ കുറിച്ചാണ് പൗലോസ് ഉദ്ദേശിച്ചിരിക്കുന്നത്? എന്താണ് നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാ ചെയ്യാൻ കഴിയുന്നത്? അത് നമ്മൾ വാസ്തവമായിട്ട് നമ്മൾ അത് അങ്ങനെ ഒരു കാര്യം നമ്മൾ ആഗ്രഹിക്കാറുണ്ടോ, പ്രാർത്ഥിക്കാറുണ്ടോ? പൗലോസ് പറയുന്നത്, എന്നാൽ നാം ചോദിക്കുന്ന പറഞ്ഞാൽ പ്രാർത്ഥനയിൽ പല രീതികളുണ്ട്. പ്രാർത്ഥനയിൽ എന്തൊക്കെയുണ്ട്? ചോദിക്കുന്നതുണ്ട്, അതുപോലെ തന്നെ പ്രാർത്ഥനയിൽ യാചിക്കുന്നതുണ്ട്, പ്രാർത്ഥനയിൽ ഇന്റർസെഷൻ മധ്യസ്ഥതയാണ് അയക്കുന്നതുണ്ട്, പ്രാർത്ഥനയിൽ സ്തുതിക്കുന്നതുണ്ട്. അതുകൊണ്ടാണ് ഈ എഫേസ്യർക്ക് ലേഖനത്തിനകത്ത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെ നോക്കിയിട്ട് 6-ാം അധ്യായത്തിനകത്ത് എഴുതിയിരിക്കുന്നത്. ഒന്ന് വേണമെങ്കിൽ വായിക്കാം. അതിന്റെ 18-ാം വാക്യം. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പീൻ. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, സകല പ്രാർത്ഥനയാലും യാചനയാലും, വിത്ത് ഓൾ കൈൻഡ്സ് ഓഫ് പ്രയർ. അപ്പൊ പ്രാർത്ഥന എന്ന് പറഞ്ഞ ഇതല്ലേ, പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു വലിയൊരു പാക്കേജ് പോലെ നിങ്ങൾ കൂട്ടിക്കുക. നമ്മളിപ്പോ ഈ രാത്രി പ്രാർത്ഥന, ഇപ്പൊ രാത്രി എടുത്ത് പ്രാർത്ഥിക്കുന്നു, ഓൾ നൈറ്റ് പ്രയർ. ഓൾ നൈറ്റ് പ്രയർ എന്ന് പറയുന്നത് ഓൾ നൈറ്റ് പ്രയർ. അപ്പൊ രാത്രി പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ബട്ട് ഇൻ ദാറ്റ് നൈറ്റ് പ്രയർ there can be different kind of prayer. രാത്രി ഇരിക്കുന്ന പ്രാർത്ഥനയെ തന്നെ നമുക്ക് പല വിധത്തിൽ പ്രാർത്ഥിക്കാൻ കഴിയും.
അതാണ് സകലവിധ പ്രാർത്ഥന. അടുത്ത വാക്യം നോക്കിയേ, ആ വാക്യം തന്നെ ശ്രദ്ധിച്ചു നോക്കിയാൽ സകല പ്രാർത്ഥനയാലും, ഒന്നുകൂടെ വായിച്ചാണ്, സകല പ്രാർത്ഥനയാലും യാചനയാലും സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും. ഏത് നേരത്തും അല്ലെ, അതിനകത്ത് ഒരു ഏത് നേരത്തിനകത്തുള്ള ഒരു പരിപാടിയാണ് നമ്മളിപ്പം രാത്രി നിങ്ങൾ അവിടെ പ്രാർത്ഥിക്കുന്നത്. ഏത് നേരത്തും, അതിനകത്ത് നൈറ്റ് പ്രെയർ. എന്നാൽ ആ നൈറ്റ് പ്രെയറിനകത്ത് തന്നെ സകല വിധത്തിലും പ്രാർത്ഥിക്കാൻ കഴിയും. അങ്ങനെ സകല വിധത്തിലും പ്രാർത്ഥിക്കാൻ തക്കവണ്ണം നമ്മളെ ദൈവം എക്വിപ്പ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുക. നമ്മുടെ ഇവിടെ തന്നെ എഴുതുമ്പോൾ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, സകല പ്രാർത്ഥനയാലും യാചനയാലും. അപ്പൊ പ്രാർത്ഥനയും യാചനയും തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലേ? എന്തോ അതിനകത്ത് വ്യത്യാസം ആർക്കെങ്കിലും ഒന്ന് പറയാമോ? പ്രാർത്ഥനയും യാചനയും തമ്മിൽ എന്താ വ്യത്യാസം? ഇനിയിപ്പം 1 തിമോഥെയോസിനകത്ത് വരുമ്പോൾ പറയുന്നത് നോക്കിയേ, അതിന്റെ 1 തിമോഥെയോസ് അതിന്റെ 2-ാം അധ്യായം അതിന്റെ 1-ഉം 2-ഉം വാക്യം. എന്നാൽ സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും ഘനത്തോടും കൂടെ സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കേണ്ടതിന് വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷവാദവും സ്തോത്രവും ചെയ്യണം എന്ന് ഞാൻ സകലത്തിന് മുമ്പേ പ്രബോധിപ്പിക്കുന്നു. അവിടെ 4 കാര്യമാണ് പറയുന്നത്. ഇനി ആവശ്യങ്ങളുള്ള ബന്ധത്തിൽ പറയുന്നത് നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ അറിയിക്കുക അത്രേ വേണ്ടത്. അപ്പൊ അറിയിക്കുന്ന കൂട്ടത്തിൽ എന്ത് വേണം? സ്തോത്രം വേണം. എന്താണ് അതങ്ങനെ സ്തോത്രം പറയുന്നതിന് കാരണം? അത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു താക്കോലാണോ സ്തോത്രം? അല്ലെങ്കിൽ കിട്ടാൻ ഉള്ളൊരു സൂത്രമാണ് സ്തോത്രം? നമ്മളൊക്കെ സൂത്രം ഉപയോഗിക്കുന്ന പാർട്ടികളാണ്. ഷോർട്ട് കട്ട് പണ്ട് മുതലേ ശീലമായതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ സൂത്രം ഉപയോഗിക്കും. അപ്പം അതാണോ അതിനകത്തുള്ള കാര്യം? എന്താണ്, വാട്ട് ഈസ് ദ ഡിഫറൻസ്? പ്രാർത്ഥനയും യാചനയും തമ്മിൽ എന്താ വ്യത്യാസം? പ്രാർത്ഥനയും പക്ഷപാതവും തമ്മിൽ എന്താ വ്യത്യാസം? പ്രാർത്ഥനയും സ്തോത്രവും തമ്മിൽ എന്താ വ്യത്യാസം? അത് നമ്മൾ വളരെ ശ്രദ്ധിച്ച് നമ്മൾ മനസ്സിലാക്കണമെന്ന കാര്യമാണ്. നമ്മൾ പ്രാർത്ഥനയിൽ നമ്മൾ ഉച്ചരിക്കുന്നത് തമ്മിൽ വ്യത്യാസം. അപ്പം അവിടെ പ്രത്യേകിച്ച് പ്രാർത്ഥന എന്ന് പറയുന്നത് പ്രാർത്ഥനയിൽ പെട്ടതാണ് ഇതെല്ലാം. പ്രാർത്ഥനയോട് ചേർന്ന് നിൽക്കുന്ന കാര്യം. പ്രാർത്ഥന എന്ന് പറയുന്നത് എന്താണെന്നുള്ള അറിയാത്തതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു കുഴപ്പം. യാചന നന്നായിട്ട് അറിയാം, കാരണം അത് കൊച്ചിലേ മുതലുള്ള ശീലമായതുകൊണ്ട് അത് നമുക്ക് നന്നായിട്ട് അറിയാം. എന്നാൽ നമുക്ക് പലപ്പോഴും അറിയാത്തത് ഈ പ്രാർത്ഥിക്കുന്നതാണ്. പ്രാർത്ഥിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തോട് ചേർന്ന് നിന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനാണ് പ്രാർത്ഥന. യാചനയിൽ നമുക്ക് ദൈവശബ്ദം കേൾക്കുന്നില്ല, എന്നാൽ പ്രാർത്ഥനയിൽ നമുക്ക് ദൈവശബ്ദം കേൾക്കാൻ കഴിയും. പ്രാർത്ഥനയിൽ നമ്മുടെ ഹിതത്തിന് അവിടെ വലിയ പ്രാധാന്യമൊന്നുമില്ല. നമ്മുടെ ആവശ്യങ്ങൾക്ക് പോലും പ്രാർത്ഥനയിൽ വലിയ കാര്യങ്ങളൊന്നുമില്ല. കാരണം പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പേർ ചേർന്ന് നിൽക്കുന്നതിനാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവവുമായിട്ട് സമയം ചെലവഴിക്കുന്നതിനാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അവിടെ നാം കൂടുതലും ദൈവത്തെ കേൾക്കുന്നതിനാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പം അങ്ങനെ നമ്മൾ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഇന്ന ആവശ്യമുണ്ടെന്ന് പറയാം. ചില കാര്യങ്ങളൊക്കെ വരുമ്പം എനിക്ക് തന്നേ പറ്റൂന്ന് നമുക്കങ്ങ് നിലവിളിക്കാം, യാചിക്കാം. അയ്യോ എനിക്ക് തന്നെ തെറ്റൊന്നുമല്ല. നമ്മൾ യാചിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നതിന് കാരണം എന്താ? ഈ കാര്യത്തിൽ ദൈവം നമ്മുടെ പങ്കാളിത്വം നമുക്ക് നൽകുക ചെയ്യുന്നത്. നമുക്ക് ഈ രാത്രി ദൈവത്തിന്റെ വലിയ പദ്ധതിയിൽ നിങ്ങളെയും കൂടെ ഒരു പങ്കാളികളാക്കി അവിടെ ദൈവം അങ്ങ് നിർത്തുന്ന നിൽപ്പ്, ഒരു പക്ഷേ ഇതിന്റെ വലിപ്പം എന്താണെന്ന് നമ്മുടെ ശരീരത്തിന്റെ ക്ഷീണം കൊണ്ടോ ഉറക്കം കൊണ്ടോ ഒക്കെ നമുക്ക് മനസ്സിലാകത്തില്ല. പക്ഷെ ദൈവം പറയാണ്, യു ആർ സ്റ്റാൻഡിങ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ്. ആ
നമ്മൾ വെളിപ്പാട് പുസ്തകത്തിനകത്ത് കണ്ട ആ സ്ഥലത്തേക്ക് നിങ്ങൾ കയറി വന്ന് നിൽക്കുന്ന നിപ്പാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അതൊക്കെ കാണുമ്പോഴാണ് പണ്ട് യോഹന്നാൻ പറഞ്ഞത്, ഇത് പുസ്തകം തുറപ്പാനും ഒന്ന് ഞാൻ ആരെയും കാണാതെ കരഞ്ഞു. നീ പേടിക്കണ്ട, നീ കരയൊന്നും വേണ്ട, നീ വന്നിരിക്കുന്ന ഈ സ്ഥലത്ത് നീ ശ്രദ്ധിച്ചു നോക്കിയേ, ഇവിടെ അറുക്കപ്പെട്ടതുപോലൊരു കുഞ്ഞാടുണ്ട്. ആ കുഞ്ഞാട് പുസ്തകം തുറപ്പാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും അത് വായിക്കാനൊക്കെ ആ കുഞ്ഞാട് മതിയായവനാണ്. നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ തിരിച്ചറിയേണ്ടുന്ന ഒരു കാര്യം, എല്ലാത്തിന്റെ മീതെ ശക്തനായിരിക്കുന്ന, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരമുള്ളവനായിരിക്കുന്ന കർത്താവിന്റെ സന്നിധി നമ്മൾ സമയം ചെലവഴിക്കുമ്പോൾ ദൈവം നമ്മളോട് ചില കാര്യങ്ങൾക്ക് വേണ്ടി യാചിക്കാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. നമുക്ക് എല്ലാ കാര്യങ്ങളൊന്നും അറിയത്തില്ല. നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ എത്ര അവനോട് ചേർന്നിരിക്കുന്നു അത്രേ നമുക്ക് അവനെ അറിയാൻ കഴിയും. പുതിയ നിയമത്തിന്റെ വെളിച്ചമനുസരിച്ച് നമുക്കറിയാം, കർത്താവിന്റെ പ്രാർത്ഥനയിൽ കർത്താവ് പറഞ്ഞത്, ഏകസത്യദൈവമായ നിന്നെയും നീ അറിയിച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നതാകുന്നു നിത്യജീവൻ. അങ്ങനെ അറിയാൻ വേണ്ടിയിട്ടുള്ള ദൈവം തന്നിരിക്കുന്ന നല്ലൊരു അവസരമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഈ പ്രാർത്ഥനയ്ക്ക് ഒരു കാര്യം, അത് രാവും പകലും പ്രാർത്ഥിക്കാൻ പറ്റും. രാവും പകലും ഒന്നും യാചിക്കാൻ പറ്റത്തില്ല, അല്ലെ? കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നതിന് പ്രത്യേക സമയമൊന്നുമില്ല. ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും ചേർന്ന് നിൽക്കാൻ പറ്റും. പക്ഷെ അങ്ങനെ കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ ആ പ്രാർത്ഥന, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിനകത്ത് ഒരു ദൈവദാസൻ പറഞ്ഞിരിക്കുന്ന പ്രാർത്ഥന എന്ന് പറയുന്നത് ശ്വാസം പോലെയാണ്. അതിന്റെ രാവും പകലും ഒന്നുമില്ല. അങ്ങനെ ചേർന്ന് നിൽപ്പിൽ നമുക്ക് ചോദിക്കാം. ഇവിടെ ചോദിച്ചത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ 14 മുതലുള്ള വാക്യം, 3-ാം അധ്യായത്തിൽ. അതു നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണം എന്ന് നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്ത് എന്ന് സകല വിശുദ്ധന്മാരോട് കൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണം എന്ന് പ്രാർത്ഥിക്കുന്നു. പൗലോസിന്റെ പ്രാർത്ഥനയുടെ കാര്യം, പൗലോസ് പ്രാർത്ഥിക്കുന്നത്, നമുക്ക് ഈ ആദ്യ നിമിത്തം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതിന്റെ മുകളിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഈ മർമ്മത്തിന്റെ കാര്യത്തെ കുറിച്ചാണ്. ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്നത്, ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും ഏകശരീരസ്ഥരും വാഗ്ദത്തത്തിന്റെ പങ്കാളികളുമാകണം. ഈ കാര്യം ഞാൻ പ്രസംഗിക്കണം, അതിനാണ് ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത്. ഈ കാര്യത്തോടുള്ള ബന്ധത്തിൽ പൗലോസ് പറഞ്ഞിട്ട് പറയാണ്, ഇതെല്ലാം സഭ മുഖാന്തരമായിട്ടാണ് അത് വെളിപ്പെട്ട് വരേണ്ടത് എന്നാണ് അതിന്റെ നമ്മൾ 11-ാം വാക്യത്തിൽ വായിക്കും. അങ്ങനെ സഭ മുഖാന്തരമായിട്ട് അതങ്ങനെ മുഖാന്തരം അറിയായി വരുന്നു എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, അതു നിമിത്തം, ഈ മർമ്മം വെളിപ്പെട്ട് വരുന്നത് നിമിത്തം ഞാൻ സ്വർഗത്തിനും ഭൂമിയിലുള്ള സകല കുടുംബത്തിന് പേര് വരാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തു. ഇന്ന് യേശുക്രിസ്തു മുഖാന്തരം നീതീകരിക്കപ്പെട്ടിരിക്കുന്ന സകലരുടെയും പിതാവായിരിക്കുന്ന ദൈവത്തിന്റെ മുമ്പിൽ ഞാൻ എന്ത് ചെയ്യുക? മുട്ടുകുത്തുകയാണ് എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. എന്താണ് അദ്ദേഹത്തിന്റെ പ്രാർത്ഥന? നമുക്ക് ഒന്നൊന്നായിട്ട് നമുക്ക് ചിന്തിക്കാം, ഒന്ന് വായിക്കാം. 16-ാം വാക്യം. അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിന് ഒത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും. അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടും. തന്റെ മഹത്വത്തിന്റെ ആ വല്ലഭത്വത്തിനൊത്തവണ്ണം നമ്മുടെ ഉള്ളിലെ മനുഷ്യൻ, ഇവിടെ എഴുതിയ നിങ്ങളുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് എന്ത് ചെയ്യണം? ശക്തിയോടെ ബലപ്പെടണം. നമുക്കറിയാം, പൗലോസ് ഇത് എഴുതുമ്പോൾ കാരാഗൃഹത്തിൽ കിടന്നുകൊണ്ടാണ് എഴുതുന്നത്. പൗലോസിന്റെ എഴുതിയ ലേഖനം ഇതൊക്കെ കാരാഗൃഹത്തിൽ കിടന്നുകൊണ്ട് എഴുതും.
ഈ കാരാഗ്രഹത്തിൽ കിടന്ന് എഴുതുമ്പോൾ പൗലോസിന്റെ പല പ്രാർത്ഥനകളും വളരെ ചിന്തനീയമായ പ്രാർത്ഥനകൾ. പൗലോസ് കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു വരാനായിട്ട് പ്രാർത്ഥിക്കാൻ പറയുന്നില്ല. ഞാനൊരു ഉദാഹരണം നിങ്ങൾക്ക് പറയാം. അതിന്റെ ഈ കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിനകത്ത് ഒരു പ്രാർത്ഥന ഒന്ന് നോക്കിയേ. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ 4-ാം അധ്യായം അതിന് 3-ാം വാക്യം 2 മുതലുള്ള വാക്യം. പ്രാർത്ഥനയിൽ ഉച്ചരിപ്പിൻ, സ്തോത്രത്തോടെ അതിൽ ജാഗരിപ്പിൻ. എനിക്ക് ബന്ധന കാരണമായ ക്രിസ്തുവിന്റെ മർമ്മം പ്രസ്താവിപ്പാൻ തക്കവണ്ണം ദൈവം ഞങ്ങൾക്ക് വചനത്തിന്റെ വാതിൽ തുറന്നു തരികയും ഞാൻ സംസാരിക്കേണ്ട വണ്ണം അതിനെ വെളിപ്പെടുത്തുകയും ചെയ്യേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പിൻ. അപ്പൊ ഇവിടെ പൗലോസ് പറയുമ്പോൾ എനിക്ക് ബന്ധന കാരണമായിരിക്കുന്ന ക്രിസ്തുവിന്റെ മർമ്മം പ്രസ്താവിപ്പാൻ തക്കവണ്ണം ദൈവം ഞങ്ങൾക്ക് വചനത്തിന്റെ വാതിൽ. ഇപ്പൊ ഞാൻ ഈ ജയിലിൽ കിടക്കുന്നതിന് കാരണം ക്രിസ്തുവിന്റെ മർമ്മമാണ്. ഈ ക്രിസ്തുവിന്റെ മർമ്മം ഞങ്ങൾ സംസാരിക്കേണ്ടതിന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എന്റെ ബന്ധനം മാറണമെന്നല്ല പൗലോസ് പ്രാർത്ഥിക്കുന്നു, അല്ലെ? നമ്മളായിരുന്നെങ്കിൽ അതായിരുന്നു പ്രാർത്ഥിക്കാൻ പോകുന്നത്. ഇപ്പൊ എന്നെ പിടിച്ച് ജയിലിടുക എന്ന് നിങ്ങൾ കേട്ട നിങ്ങൾ എന്തോ പ്രാർത്ഥിക്കും? എന്റെ കർത്താവെ, എങ്ങനെയെങ്കിലും നിന്റെ ദാസനെ പുറത്തു കൊണ്ടുവന്നേ പറ്റൂ. നിങ്ങൾ എന്നെ കുറിച്ച് കുറെ നല്ല കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് ദൈവത്തെ സൂചിപ്പിക്കാനും കൂടെ നോക്കും കൂട്ടത്തിൽ. കാരണം എങ്ങനെയെങ്കിലും പുറത്തു വരണമല്ലോ. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ഈ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു മാനുഷികമായ ചിന്തയോടുള്ള പ്രാർത്ഥനയാണ്. അതൊരു ദൈവികമായിരിക്കുന്ന ചിന്തയല്ല. അത് സത്യം. പൗലോസ് പറയുന്നത് എന്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എനിക്ക് ക്രിസ്തുവിന്റെ ഈ മർമ്മം പ്രസ്താവിക്കണം. നമുക്കറിയാം, സഭ ഉപദ്രവം ഏറ്റപ്പോഴും അവരെങ്ങനെയാ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ നമ്മൾ വായിക്കുന്ന എങ്ങനെ? 4-ാം അധ്യായത്തിനകത്ത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ നമ്മളൊന്ന് ചിന്തിക്കുന്നതേ ഉള്ളൂ. 4-ാം അധ്യായം അതിന്റെ 23 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു. വിട്ടയച്ച ശേഷം അവർ കൂട്ടാളികളുടെ അടുക്കൽ ചെന്ന് മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും തങ്ങളോട് പറഞ്ഞതെല്ലാം അറിയിച്ചു. അത് കേട്ടിട്ട് അവർ ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ച് പറഞ്ഞത്, ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കിയ നാഥനെ, ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായി നിരൂപിക്കുന്നതും എന്ത്? ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുകയും അധിപതികൾ കർത്താവിന് വിരോധമായി അവന്റെ അഭിഷിക്തന് വിരോധമായും ഒന്നിച്ചുകൂടുകയും ചെയ്തിരിക്കുന്നു എന്ന് നിന്റെ ദാസനായ ദാവീദ് മുഖാന്തരം പരിശുദ്ധാത്മാവിനാൽ അരുളി ചെയ്തവനെ, നീ അഭിഷേകം ചെയ്ത യേശു എന്ന നിന്റെ പരിശുദ്ധ ദാസന് വിരോധമായി ഹെരോദാവും പൊന്തിയോസ് പിലാത്തോസും ജാതികളും ഇസ്രായേൽ ജനവുമായി ഈ നഗരത്തിൽ ഒന്നിച്ചുകൂടി സംഭവിക്കണം എന്ന് നിന്റെ കൈയും നിന്റെ ആലോചനയും മുൻ നിയമിച്ചതൊക്കെയും ചെയ്തിരിക്കുന്നു സത്യം. ഇപ്പോഴോ കർത്താവെ, അവരുടെ ഭീഷണികളെ നോക്കണമേ. സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടുന്നതിനാലും നിന്റെ പരിശുദ്ധ ദാസനായ യേശുവിന്റെ നാമത്താൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടും കൂടെ പ്രസ്താവിപ്പാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ. ഇങ്ങനെ ഈ പ്രാർത്ഥനയൊക്കെ നമ്മളിത് ശ്രദ്ധിച്ച് വായിക്കേണ്ടതാണ്, ശ്രദ്ധിച്ച് പഠിക്കേണ്ട പ്രാർത്ഥന. ഒന്ന്, അവർ ഒരുമിച്ച് കൂടിയിട്ട് അവർ പറഞ്ഞപ്പോൾ നമുക്കറിയാം പത്രോസിനെ യോഹന്നാനെ വിട്ടയച്ച ശേഷമുള്ള കാര്യം. അപ്പൊ പത്രോസിനെ യോഹന്നാനെ വിട്ടയച്ച ശേഷം അവരിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ വായിക്കുന്നത്, ഒന്ന്, അവർ ഒരുമനപ്പെട്ട ദൈവത്തോട് നിലവിളിച്ച് പറഞ്ഞു, ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ സമുദ്രവും അതിലുള്ള സകലവും ഉണ്ടാക്കിയ നാഥനെ എന്ന് പറഞ്ഞിട്ട് 2-ാം സങ്കീർത്തനമാണ് അവർ കോട്ട് ചെയ്തത്, അല്ലെ? നമുക്കറിയാം 2-ാം സങ്കീർത്തനമാണ് പറയുന്നത്. അങ്ങനെ കോട്ട് ചെയ്തിട്ട് അവർ പറയുന്ന ഒരു കാര്യം കൂട്ടിയിട്ട് പറയാണ്, നിന്റെ ദാസനായ ദാവീദ് മുഖാന്തരം പരിശുദ്ധാത്മാൻ അരുളി ചെയ്തവനെ, നീ അഭിഷേകം ചെയ്ത യേശു എന്ന നിന്റെ പരിശുദ്ധ ദാസന് വിരോധമായി ഹോരോദാവും പൊന്തിയോസും പീലാത്തോസും ജാതികളും ഇസ്രായേൽ ജനവുമായി ഈ നഗരത്തിൽ ഒന്നിച്ചുകൂടി സംഭവിക്കണമെന്ന് നോക്കിയേ, നിന്റെ കൈയും നിന്റെ ആലോചനയും മുൻനിയമിച്ചതൊക്കെയും ചെയ്തിരിക്കുന്നത്. അപ്പൊ നിന്റെ കൈയും നിന്റെ ആലോചനയും മുൻനിയമിച്ചത് ആരാ ചെയ്തേക്കുന്നത്? പൊന്തിയോസ് പീലാത്തോസും ഇവരൊക്കെ ചെയ്യുക. ദൈവത്തിന്റെ ആലോചന അവർ ചെയ്യുന്നു. ദൈവം it was predestined by you and they are doing it.
ദൈവം മുന്നേ വെച്ചത് അവര് ചെയ്യുക. അവർക്കല്ല വേറെ ഓപ്ഷൻ ഒന്നുമില്ല. ആ ചെയ്ത കൂട്ടത്തെ അവര് പത്രോസിനെ യോഹന്നാനെയും പിടിച്ച് ജയിലിനകത്ത് ഇട്ടു. എന്നിട്ട് പറയുകയാണ് അങ്ങനെ അവര് ചെയ്തിരിക്കുന്ന സത്യം. ഇപ്പോഴോ കർത്താവ് അവരുടെ ഭീഷണികളെ നോക്കണമേ. അവര് ചെയ്തത് പോരാഞ്ഞിട്ട് അവർ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, അത് നോക്കണമേ എന്ന് പറഞ്ഞിട്ട് അടുത്ത വാക്യം. സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടുന്നതിനാലും നിന്റെ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്താൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടും കൂടെ പ്രസ്താവിപ്പാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ. അവിടെ വായിക്കുന്നത് സൗഖ്യമാക്കാൻ നിന്റെ കൈ നീട്ടണമേ എന്നല്ല പ്രാർത്ഥിച്ചത്. നീട്ടുന്നതിനാലും നിന്റെ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും. ഇപ്പൊ എന്ത് വേണം? നമ്മൾ പറയുന്ന അത്ഭുതം ഇതൊക്കെ ഉണ്ടാകണമെന്ന അപ്പോസ്തലന്മാരും അവര് പ്രാർത്ഥിച്ച് അവര് പറയും ഇതൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതല്ല പ്രശ്നം. ഇപ്പൊ അങ്ങനെ ഉണ്ടാകുന്നത് കൊണ്ട് എന്ത് വേണം? നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടുകൂടെ പ്രസ്താവിപ്പാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ. അതാണ് ഇതിനകത്ത് സബ്ജക്റ്റ്. ഇനി പ്രാർത്ഥിച്ച് ഈ വാക്യം കോട്ടേന്റെ ഒക്കെ പിന്നിന്റെ ഉദ്ദേശം കർത്താവേ ഞങ്ങൾക്ക് വചനം സംസാരിക്കും. അവരെ അവിടുന്ന് മുൻനിയമിച്ചതല്ല അവർ ചെയ്തുകൊണ്ടിരിക്കുക. അവർ ഞങ്ങളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അവിടുന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ ചെയ്ത് അങ്ങയുടെ ശുശ്രൂഷ ഞങ്ങളിൽ കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് അവരൊരു വിഘ്നം വരുത്തിയിരിക്കുകയാണ്. ഈ വിഘ്നം വരുത്തിയിരിക്കുന്നിടത്ത് ഞങ്ങളുടെ ഹൃദയത്തിനകത്ത് ഭയം കയറരുത്. നിങ്ങൾക്കറിയാവോ, ഇപ്പം നമുക്ക് അടിസ്ഥാനപരമായിട്ട് ഭയമുള്ളവരുണ്ട്, അടിസ്ഥാനപരമായിട്ട് ഭയമില്ലാത്തവരുണ്ട്. എന്നാൽ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ എല്ലാവരിലും കുറേശ്ശെയൊക്കെ ഭയം നമ്മൾ ഗ്രസിക്കാറുണ്ട്. നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ മുന്നേറ്റത്തിന് ഏറ്റവും തടസ്സം തന്നെ ഈ ഭയമാണ്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസ്താവിക്കുക നമുക്കറിയാം വലിയ ബുദ്ധിമുട്ടാകും. അവരെന്നാ വിചാരിക്കും, ഇവരെന്തോ വിചാരിക്കും, അവരെന്തോ പറയും. ഏറ്റവും കൂടുതൽ വചനം പ്രസ്താവിക്കാൻ ഭയമുള്ളത് ജയിലിലല്ല, സഭയ്ക്കകത്ത്. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരെയും കൊണ്ട് പോണ്ടേ. അപ്പം അങ്ങനെ പ്രസ്താവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ എഴുതിയിരിക്കുന്നത് നോക്കി, ആ വാക്യം വായിച്ചാൽ പൂർണ്ണ ധൈര്യത്തോടെ പ്രസ്താവിപ്പാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണം അല്ലേ? അപ്പൊ നമ്മളാണ് എന്റെ കൂടെ ബന്ധുക്കോസാരാണ് ചേർത്ത് പ്രാർത്ഥിച്ചത്, കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവിനാലും കൂടെ ഒന്ന് നിറയ്ക്കണേ എന്നൊക്കെ പറഞ്ഞത്. അവരിങ്ങനെയൊന്നും പറഞ്ഞില്ല. അവരിങ്ങനെ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചു. നമുക്ക് എത്ര ശ്രദ്ധയോടുള്ള പ്രാർത്ഥന ശ്രദ്ധിക്കണം. നൽകണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ എന്ത് ചെയ്തു? അതിന് 31 വാക്യം. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. അങ്ങനെ ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു എന്ന് മാത്രമല്ല, അവരുടെ പ്രത്യേകതകൾ പിന്നെ നമുക്ക് തുടർന്ന് കാണുമ്പോൾ പറയുന്നത് വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സുള്ളവരായി തീർന്നു. എനിക്കുള്ളത് ഒന്നും സ്വന്തമെന്ന് ആരും. ഇതൊക്കെ അവരുടെ ഒരു ഐഡന്റിറ്റി തന്നെയായിട്ട് മാറി. When we stand for the word, the word transforms our lives. ദൈവവചനത്തിന് വേണ്ടി നമ്മൾ നിലകൊള്ളുമ്പോൾ ദൈവവചനം നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നത് ഭയങ്കര രൂപാന്തരമാണ്. ഉണർവെന്ന് പറയുന്നത് ഇതൊരു ഉപദേശമല്ല. അതുകൊണ്ട് എല്ലാവരും ഇന്നെ വിറ്റ് പൊതുവകയാക്കി കാൽക്ക കൊണ്ടുവന്ന് വെക്കണം, ഇങ്ങനെയൊന്നും ആരും പറഞ്ഞില്ല അവിടെ. അപ്പോസ്തലന്മാർ അങ്ങനെ ചിന്തിച്ചു പോലുമില്ല. When the word got deep down in our heart, it transforms our life altogether. നമ്മുടെ ജീവിതത്തെ മാറ്റുന്നു. നമുക്ക് ഇന്ന് നമ്മളെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തെ മാറ്റാൻ നോക്കുകയാണ്, അല്ലെങ്കിൽ ദൈവം നമ്മളെ മാറ്റുക വേണ്ടത്. നമുക്ക് ഇടം കൊടുക്കണം. നമ്മുടെ കുടുംബജീവിതത്തിനകത്ത് കർത്താവേ അങ്ങ് പറയുന്നത് പോലെ അങ്ങയുടെ അധികാരം എന്റെ കുടുംബജീവിതത്തിൽ ഉണ്ടാകണം, സഭയിൽ അത് ഉണ്ടാകണം. ലോർഡ്, നോട്ട് അവർ വിൽ ബട്ട് യുവർ വിൽ ബി ഡൺ. കർത്താവ് ഒരു ചെറിയ പ്രാർത്ഥന പറഞ്ഞപ്പോൾ അത് പഠിപ്പിച്ചതാണ്. കാരണം അവിടുത്തെ രാജ്യം വരണം, അവിടുത്തെ പ്രിൻസിപ്പിൾസ് വരണം, അവിടുത്തെ കിങ്ഡം പ്രിൻസിപ്പിൾസ് വരണം. നമ്മളിത് നിയന്ത്രിക്കുന്നത് പലതും ലോകത്തിന്റെ പ്രിൻസിപ്പിൾസാണ് അല്ലേ? നമ്മൾ ഒരു കല്യാണാലോചന വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിനകത്ത് എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ നമ്മൾ ആദ്യം ലോകത്തിന്റെ പ്രിൻസിപ്പിൾസ് എല്ലാം ആദ്യം എടുത്ത് ലിസ്റ്റൊക്കെ എഴുതിയിട്ട് അവസാനം നമ്മൾ നോക്കി രക്ഷിക്കപ്പെട്ടതാണോ അല്ലയോ. നമുക്ക് നമ്മുടെ പ്രിൻസിപ്പിൾ, let thy kingdom come, let thy will be done.
ഇതിനോട് നിരന്തരം പോരാട്ടം നമുക്കുണ്ട്. നമുക്ക് ഇതിനെതിരെ നമുക്കറിയാം, അമാലേക്കിന്റെ പോരാട്ടം തലമുറയോട് ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് എത്ര ശരിയാണെന്നറിയാം നമ്മുടെ ഈ ജഡത്തോടുള്ള ബന്ധത്തിൽ. ഇതിനെതിരെ നമുക്കറിയാം, പത്രോസ് എഴുതിയ ലേഖനത്തിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്. അതിന്റെ 2 പത്രോസ് 2:11 വാക്യം, നമ്മുടെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങൾ. ഞാനൊരു കാര്യം പറയട്ടെ, വാഴ്ചകളെയും അധികാരങ്ങളോടും ഒക്കെ നമ്മളാണ് പോരാടുന്നതെങ്കിൽ നമ്മുടെ പ്രാണനോട് പോരാടുന്നത് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജഡമോഹങ്ങളാണ്. ഇതിനൊരു ദൈവവാസം പറഞ്ഞിരിക്കുന്നത്, സാക്പൻ എന്ന് പറഞ്ഞ ദൈവവാസം പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗത്ത് ഒരിക്കൽ ഞാൻ ഇങ്ങനെ വായിച്ചു കേട്ടു. അദ്ദേഹം പറഞ്ഞൊരു ചെറിയൊരു ഡെപ്പയ്ക്കകത്ത് കുറെ പാമ്പും കുഞ്ഞുങ്ങൾ ഇരിക്കുന്നത് പോലെയാണ് ഈ ജഡമോഹം എന്ന് പറയുന്നത്. അവസരം കിട്ടുമ്പോഴെല്ലാം എന്ത് ചെയ്യും? തലമുക്കും. അതിന്റെ തലയ്ക്ക് ഇടയ്ക്ക് ഒരെണ്ണം കൊടുത്തില്ലെങ്കിൽ അത് തലമുക്കും. നമ്മുടെ ജഡമോഹം അത്ര നമുക്ക് അടിക്കാനൊന്നും നമ്മുടെ സ്വന്തം പ്രാപ്തി കൊണ്ട് ഇതിനൊന്നും ജയിക്കാൻ കഴിയത്തില്ല. അതിനെ ജയിക്കാൻ നമുക്ക് ആത്മാവിനാൽ മാത്രമേ കഴിയത്തുള്ളൂ. അത് ഇംഗ്ലീഷ് എഴുതിക്കുമ്പോൾ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹം തന്നെ എഴുതിക്കുന്നത്. ഇംഗ്ലീഷിൽ ആരെങ്കിലും വായിച്ചാൽ നമുക്ക് വാർ അഗേൻസ്റ്റ് യുവർ സോൾ, നിങ്ങളുടെ ദേഹിയോട് പോരാടുന്നെന്ന് എഴുതിയേക്കും. നമ്മുടെ ചിന്തകളോടാ പോരാടുന്നത്, നമ്മുടെ വൈകാരിക തലങ്ങളോടാ പോരാടുന്നത്, നമ്മുടെ ഇച്ഛയോടാണ് ഈ ജഡമോഹം പോരാടുന്നത്. നമുക്ക് ശരിക്കും തീരുമാനം എടുക്കാൻ കഴിയത്തില്ല, ശരിക്കും കർത്താവിൽ സന്തോഷിക്കാൻ കഴിയത്തില്ല, ശരിക്കും നമുക്ക് ജീവിതത്തിൽ കാര്യങ്ങളെ നമുക്ക് ദൈവവചന പ്രകാരം ചിന്തിക്കാൻ കഴിയത്തില്ല. അത് മാനുഷിക ചിന്തകളാക്കി മാറ്റും. നമുക്കറിയാം, കർത്താവ് പത്രോസിനോട് പറഞ്ഞപ്പോൾ പത്രോസ് പറഞ്ഞു, നിനക്ക് അങ്ങനെ ഭവിക്കരുത് കർത്താവേ എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് അവരോട് പറഞ്ഞു, തിരിഞ്ഞ്, പിശാചെ നീ ദൈവത്തിൻ്റെതല്ല, നീ മനുഷ്യൻ്റെത് എത്രേ കരുതുന്നത്. പിശാച് എപ്പോഴും നമ്മളെ വഞ്ചിക്കുന്ന എങ്ങനെയാണെന്ന് അറിയാമോ? പൈശാചിക ചിന്തകൾ കൊണ്ടല്ല നമ്മളെ വഞ്ചിക്കുന്നത്, മാനുഷിക ചിന്തകൾ കൊണ്ടാണ് നമ്മളെ വഞ്ചിക്കുന്നത്. അവനറിയാം, പൈശാചിക ചിന്തകൾ ഞാൻ കൊണ്ടുവന്നാൽ അവരത് ഏറ്റെടുക്കത്തില്ല. സാത്താനികമായിരിക്കുന്ന ആഴങ്ങളോ ചിന്തകളോ അവൻ കൊണ്ടുവരത്തില്ല. നമ്മളോട് പറയത്തില്ല, നീ പോയി മന്ത്രവാദം ചെയ്യുന്നൊന്നും പറയല്ല. അവൻ പറയുന്നതിന് വരെ എന്തോ പറയുന്ന അറിയാമോ? അതെ, എനിക്ക് തോന്നുന്നത് ആ പുള്ളി മന്ത്രവാദം ചെയ്തതായിരിക്കും. അങ്ങനെയാ പറയുന്നത്. പിന്നെ പ്രവാചകനെ വിളിച്ച് പ്രാർത്ഥിപ്പിക്കുക, അദ്ദേഹം അത് ഉറപ്പിച്ചു കൊടുത്തരും. അദ്ദേഹം പിന്നെ അത് ഉറപ്പിച്ചു കൊടുത്തതിനോട് നമുക്ക് സമാധാനമാകും. എത്ര എളുപ്പത്തിലാണെന്നറിയാം. നമ്മളെല്ലാം നമുക്കറിയാമല്ലോ, നമ്മളെ കോർണർ ചെയ്ത് കളയും. നമ്മളെ എങ്ങനെ നമ്മളെ ഇതിനകത്ത് കൊണ്ട് കയറ്റി വെക്കാമെന്നുള്ളത് വിചാരിച്ച് നന്നായിട്ട്. അപ്പൊ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമ്മുടെ ശരിക്കുമുള്ളൊരു ലിബർട്ടിയിലേക്ക് നമ്മൾ വരണമെന്നുള്ളത്, നമ്മുടെ ആ ഭയത്തിൽ നിന്ന് വരണം. അവർക്ക് ഏറ്റവും ആവശ്യം എന്താണ്? അപ്പോസ്തലന്മാർക്ക് ഏറ്റവും ആവശ്യം എന്താ? വചനം ധൈര്യത്തോടെ പ്രസ്താവിക്കണം. നമ്മുടെ ഈ അകത്തെ മനുഷ്യൻ അതിന് ബലപ്പെടേണ്ടതാണ് വളരെ ആവശ്യം. അതുകൊണ്ട് ഇത് നിമിത്തം പൗലോസ് പറയാണ്, അകത്തെ മനുഷ്യനൊന്ന് ബലപ്പെട്ടില്ലെങ്കിൽ നമുക്ക് ഇതിന്റെ കാറ്റുകളെ ഒന്ന് കൈകാര്യം ചെയ്യാം. നമുക്ക് ഈ എഫേസ്യർക്കെതിരെ നമ്മൾ വായിക്കുമ്പോൾ ഉപദേശത്തിന്റെ ഓരോരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളാകാതിരിക്കണം എന്നെങ്കിൽ എന്ത് ചെയ്യണം? ഈ 3-ാം അധ്യായത്തിൽ പൗലോസ് പറയാണ്, അതിന് പ്രാർത്ഥന വളരെ ആവശ്യമാണ്. അകത്തെ മനുഷ്യനാ ബലപ്പെടേണ്ടത്. അതിന് അകത്തെ മനുഷ്യൻ ശുഷ്കിച്ചിരിക്കുകയാണ്, വൈകാരിക തലങ്ങൾ വളരെ ശക്തിപ്പെട്ടിരിക്കുകയാണ്, അല്ലേ? ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ ഉടനെ അങ്ങ് ഹർട്ട് ചെയ്യുക. ഒന്ന് ആലോചിച്ച് നോക്കി, പാസ്റ്റർ ഒന്ന് വേണ്ട ഒന്ന് ചിരിച്ചില്ലെങ്കിൽ തന്നെ മതി, അങ്ങ് മുറിയും. ആരെങ്കിലും ഒരാൾ ഒന്ന് കൈ തന്നില്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് വേദനിക്കുക. നമുക്ക് ഫ്രം വേർ ദിസ് ഹാർട്ട് കംസ്, ഈ മുറിവ് എവിടെ നിന്നുണ്ട്? ഇറ്റ് ഈസ് ഫ്രം ദ ഫ്ലഷ്. ഭാര്യ ഒന്ന് ചൂടായി, ഭർത്താവ് അങ്ങനെ ഒന്ന് ചൂടായി, ഉടനെ അങ്ങ് വേദനിക്കുക. പിന്നെ ഭാര്യ ആരോടെ ചൂടാണ്ട്? ഭർത്താവിനോടല്ലാതെ വേറെ വല്ലോടും ചൂടാണ് എന്നോ ചിന്തിക്കുക, അല്ലേ? അല്ലെ, ഒരു ഭർത്താവ് ചൂടായി, പിന്നെ വേറെ ആരോടെ ചൂടാന്ന്? അയൽപക്കത്തെ ഭാര്യയോട് ചൂടാന്ന്. അതൊന്ന് ചൂടായി കഴിയുമ്പോൾ പിന്നെ പഴയത് മുഴുവനും ഓർമ്മ വരിക. അതെല്ലാം കൂടെ ഓർമ്മ വന്ന് പിന്നെ അതെല്ലാം പറയും.
അന്ന് അച്ഛൻ അങ്ങനെ പറഞ്ഞു, അന്ന് അച്ഛൻ ഇങ്ങനെ ചെയ്തു, ഇതെല്ലാ കഥകളെല്ലാം കൂടെ പറഞ്ഞ് പിന്നെ കരഞ്ഞ് നിലവിളിച്ച് ഉപവസിച്ച് പ്രാർത്ഥിച്ച് കഴുകി രൂപാന്തരപ്പെട്ട് ഞായറാഴ്ച സഭായോഗത്തിന് പോയി കർത്താവേ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പറഞ്ഞ് നിലവിളിക്കുക. ഇത് കാർണൽ നേച്ചറാണ്. നമ്മുടെ പ്രാർത്ഥന നമ്മെ രൂപാന്തരപ്പെടുത്താതെ ദൈവത്തെ രൂപാന്തരപ്പെടുത്താനുള്ള നമ്മുടെ ഈ പ്രാർത്ഥന നമ്മൾ മതിയാക്കിയേ പറ്റൂ. We need to get transformed. അപ്പൊ ഈ ചിന്തകൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതിനുള്ള ബന്ധത്തിലാണ് അദ്ദേഹം പറയുന്നത്. അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടുന്നില്ലെങ്കിൽ ജാതികളെ കൂട്ടവകാശിയായിട്ട് കൂട്ടാൻ കഴിയത്തില്ല. അതാണ് അതിന്റെ പ്രശ്നം. വേറെ വല്ല ഉപദേശങ്ങൾ വരുമ്പോൾ അതിന്റെ കാറ്റിനകത്ത് പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. ആ കാറ്റിനകത്ത് പത്രോസ് വീണുപോയത്. യഹൂദയിൽ നിന്നുള്ള ചില യഹൂദന്മാർ വന്നപ്പോ ജാതികളുടെ കൂടെ കഴിച്ചോണ്ടിരുന്ന പാർട്ടി പെട്ടെന്ന് എഴുന്നേറ്റ് യഹൂദന്മാരുടെ ഇടയിൽ പോയി. പത്രോസ് വീണെങ്കിൽ നമ്മൾ വീഴാതിരിക്കുവോ? പത്രോസിന്റെ കപടത്താൽ ബർന്നബാസ് പൗലോസിന്റെ കൂടെ പൗലോസിനെ യഥാസ്ഥാനപ്പെടുത്തിയ ബർന്നബാസ് പോലും തെറ്റിപ്പോയി. പെട്ടെന്നാ തെറ്റിപ്പോകുന്നത്. ഇപ്പൊ നമുക്കിപ്പോ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് എന്റെ കൂട്ടായ്മയിലുള്ള ആൾക്കാർക്ക് ഞാൻ പറയുന്നതെല്ലാം ശരിയാണെന്ന് ചിന്തയുള്ളവരാ. അതുകൊണ്ട് എന്താണെന്നറിയാമോ? ഒരു കുഴപ്പം എന്താണെന്നറിയാമോ? അവരുടെ വിചാരം തെറ്റാ. ഞാനത് ഇടയ്ക്കിടയ്ക്ക് അവരെ ഓർമ്മിപ്പിക്കും, അങ്ങനെ ചിന്തിക്കരുതെന്ന് പറയും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തെറ്റിപ്പോയി, അവരെല്ലാം കൂടെ തെറ്റും. പത്രോസ് അങ്ങനെ കാണിച്ചപ്പം പൗലോസിനോട് കൂടെ വേലയിൽ ശുഷ്കാന്തിയോടെ ചെയ്തിരുന്ന ബർന്നബാസും പത്രോസിന്റെ കൂടെ തെറ്റിപ്പോയി. എന്തുകൊണ്ടാണ്? ക്രിസ്തു എല്ലാവരുടെയും എല്ലാം ആകണമെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. കർത്താവിന്റെ പരമാധികാരം ഒരു ജീവിതത്തിനകത്ത് വന്നില്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ നമ്മളെ വാഴാനും നമ്മളെ നിയന്ത്രിക്കാൻ ഇടവരും. ദൈവവചനത്തിന്റെ പ്രകാശനം നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടായി ഈ വചനം ധൈര്യത്തോടെ പ്രസ്താവിക്കുവാൻ, ഈ വചനം ധൈര്യത്തോടെ അനുസരിക്കുവാൻ, ഈ വചനം ധൈര്യത്തോടെ ഏറ്റെടുക്കുവാൻ, ഈ വചനത്തെ അനുസരിച്ച് അതിന് തന്നെ നിലകൊണ്ട് അതിനു വേണ്ടി മുന്നോട്ട് പോകുവാൻ ദൈവം നമുക്ക് ശക്തി നൽകട്ടെ. അപ്പൊ ഈ യാഥാർത്ഥ്യങ്ങളെ പിശാച് മറച്ചു വെച്ചിട്ട് അവൻ എന്ത് ചെയ്യും? മാനുഷിക ചിന്തകൾ അങ്ങോട്ട് കൊണ്ടുവരും. ഇത് ഞാനിവിടെ സമയം നമ്മുടെ കഴിഞ്ഞല്ലോ. ഇവിടെ 3-ാം അധ്യായത്തിനകത്ത് എല്ലാ കാര്യങ്ങളും പറയാൻ എനിക്ക് നേരമില്ല. അതിന്റെ ഒരു കാര്യം പറഞ്ഞിട്ട് നിർത്താനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആ എഫേസ്യർക്ക് എഴുതിയ 3-ാം അധ്യായത്തിനകത്ത് അവിടെ വായിക്കുന്നത് അവന്റെ സ്നേഹത്തിന്റെ നമുക്ക് വായിക്കുക. സ്നേഹത്തിന്റെ ആഴം 3-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം. 17-ാം വാക്യം വിശ്വാസത്താൽ 18-ാം അതൊക്കെ ചിന്തിക്കേണ്ട സമയമില്ല. നോക്കി വായിച്ചാൽ 18-ാം വാക്യം. സ്നേഹത്തിൽ അടിസ്ഥാനപ്പെട്ടവരായി മലയാളത്തിൽ 17 മുതൽ വായിച്ചു. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണം എന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി ക്രിസ്തു വിശ്വാസം നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കേണ്ടത് വരം നൽകണമെന്നും ഇതൊക്കെ ഒത്തിരി ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുന്ന വ്യക്തി പിന്നെയും വിശ്വാസത്താൽ വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാക്കിയിരിക്കുന്നു? അത് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ അത് ഒത്തിരി ചിന്തിക്കേണ്ട കാര്യം. അതിനെ ചിന്തിക്കുന്നതിന് വരാത്ത വാക്യം ഒന്ന് വായിച്ചാട്ടെ. നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്ത് എന്ന് സകല വിശുദ്ധന്മാരോട് കൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണം എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഇത് ഈ ദൈവത്തിന്റെ സ്നേഹം, ഈ ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ഈ എല്ലാ ഡയമെൻഷൻസും നമ്മളൊന്ന് അറിയും. ഇപ്പൊ ഭർത്താക്കന്മാര് ഭാര്യമാരെ ക്രിസ്തു സഭയെ സ്നേഹിച്ച പോലെ സ്നേഹിക്കണമെങ്കിൽ ക്രിസ്തുവിന്റെ സ്നേഹം എന്താണെന്നറിയരുത്. ഭാര്യമാര് ഭർത്താക്കന്മാർക്ക് ക്രിസ്തു കീഴടങ്ങിയിരിക്കുന്ന പോലെ, ക്രിസ്തു പിതാവിന് കീഴടങ്ങുന്ന പോലെ കീഴടങ്ങിയെന്ന് മനസ്സിലായില്ലെങ്കിൽ എങ്ങനെ കീഴടങ്ങുമെന്നും നമുക്കറിയത്തില്ല. നമുക്ക് സൗകര്യമുള്ളതിന് കീഴടങ്ങും. സൗകര്യം ഇല്ലാതെ വരുമ്പോ ഉടക്കും ഭർത്താവിനോട്. അതെന്തായാലും വരുന്നതിന് കാരണം നമുക്ക് we are not concentrating on Christ. നമുക്ക് ക്രിസ്തു നമ്മുടെ ഇങ്ങനെ പരിയമ്പറത്ത് ഇങ്ങനെ ചില ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ചുറ്റുവട്ടത്തിലാണ് താമസിക്കുന്നത്. നമ്മളിങ്ങനെ ഒരു തായ്
മുത്തേറ്റും പോലെ എന്നൊക്കെ പറഞ്ഞ പോലെ നമുക്ക് കർത്താവ് ഇങ്ങനെ നമ്മളിങ്ങനെ താലോലിച്ച് ഇങ്ങനെ കൊണ്ട് നടക്കുക. ഈസ് നോട്ട് ഇൻ ദ ന്യൂക്ലിയസ്. കർത്താവ് നമ്മുടെ സെന്ററിലല്ല, നമ്മുടെ ജീവിതത്തിന്റെ കേന്ദ്രമാകാതെ നമുക്ക് ദൈവം ഉദ്ദേശിക്കുന്ന സമാധാനവും സന്തോഷവും ജീവന്റെ സമൃദ്ധിയും അനുഭവിക്കാൻ കഴിയത്തില്ല. ഒരു സഭാ ജീവിതമാണെങ്കിലും ശരിക്കും സഭയിൽ തന്നെയാണെങ്കിലും നമുക്ക് ശരിക്കുള്ള ഉണർവുണ്ടാകാത്തതിന് കാരണം എന്താണ്? ശരിക്കുള്ള ചേഞ്ച് ഉണ്ടാകുന്നത് നമ്മൾ ദൈവസ്നേഹത്തെ കുറിച്ച് നമ്മൾ പാടുന്നവരാണേലും ദൈവസ്നേഹത്തെ അറിയേണ്ടതുപോലെ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് കാര്യം. അറിയാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം, എന്നാൽ സ്നേഹത്തിന്റെ ചിലപ്പോൾ ആഴങ്ങൾ അറിയായിരിക്കും, അതിന്റെ വീതി അറിയത്തില്ല, അതിന് നീളം അറിയത്തില്ല, അതിന്റെ ഉയരം അറിയത്തില്ല. അതിനൊരു ഡയമെൻഷനാണ്, അതിനൊരു ഏറ്റവും പ്രധാനമായ ഒരു ഡയമെൻഷനാണ് ജാതികൾ ക്രിസ്തുയേശുവിന്റെ കൂട്ടവകാശികളായി തീരണമെന്നുള്ളത്. നോക്കി, ഈ കാര്യങ്ങളെ മനസ്സിലാക്കി ഇങ്ങനെയാണ് നമുക്ക് ആരെയും ഉൾക്കൊള്ളാൻ കഴിയാത്തത്. യഹൂദന്മാര് ഡോഗ്സ് അല്ലെങ്കിൽ അവര് നായ്ക്കളെന്ന ജാതികൾ വിളിച്ചുകൊണ്ടിരുന്നു. അവരെ കൂട്ടവകാശിയായിട്ട് ഒരു യഹൂദൻ കൈക്കൊള്ളണമെന്നുണ്ടെങ്കിൽ അത് ക്രിസ്തുവിന്റെ സ്നേഹത്താൽ അല്ലാതെ അവന് കഴിയത്തില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവ്, നമ്മുടെ സഭയിലെ പാസ്റ്റർ അല്ലെങ്കിൽ നമ്മുടെ സഭയിലെ വിശ്വാസികൾ, അവരുടെ എല്ലാ കുറവോടും കൂടെ അവരെ ഉൾക്കൊള്ളാനും കൈക്കൊള്ളാനും അവരോട് ചേർന്ന് നിൽക്കാനും കഴിയണമെങ്കിൽ ഈ ക്രിസ്തുവിന്റെ സ്നേഹം നമുക്ക് എത്ര ആവശ്യമാണെന്ന് അറിയുന്നു. സ്നേഹം വേണമെന്നല്ല പറഞ്ഞത്, സ്നേഹം അറിയണമെന്നാ പറഞ്ഞത്. സ്നേഹമുണ്ട്, പക്ഷെ സ്നേഹം അറിയത്തില്ല. എന്തൊരവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് ഉള്ളിൽ ലഭിച്ചിരിക്കുന്ന സ്നേഹത്തിന്റെ വലിപ്പം അറിയാതെ നമ്മുടെ മാനുഷിക ചിന്തകൾക്ക്, ഈ ആത്മാവിനോട് ജഡമോഹം വന്ന് ഓരോരോ ചിന്തകൾ വരുമ്പോൾ നമ്മൾ അതിന് കീഴടങ്ങി നമ്മുടെ ജീവിതം നശിപ്പിക്കുക ചെയ്യുന്നത്. അങ്ങനെ നശിപ്പിക്കാതെ വണ്ണം ഇവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. എന്നിട്ടാണ് ചോദിക്കുന്നത് 20-ാം വാക്യം, എന്നാൽ നാം ചോദിക്കുന്നതിലും നിனைക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ. അത്യന്തം പരമായി എന്താ നമ്മൾ ചോദിക്കുന്നത്? ഈ സ്നേഹത്തിന്റെ ആഴവും വീതി നീളവും ഉയരവും അറിയണമെന്ന് നമ്മൾ ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. എന്നാ പൗലോസ് ഉറപ്പിച്ച് പറയുകയാണ്, ഇത് നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ, പരിശുദ്ധാത്മാവിനാൽ, നമ്മിൽ അധിവസിക്കുന്ന ദൈവവചനത്തിന്റെ ശക്തിയാൽ ദൈവത്തിനത് ചെയ്യുവാൻ കഴിയുമെന്ന് ഉറപ്പിച്ചു പറയുക. അതാ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അല്ലാതെ നമുക്ക് വീടുണ്ടാകുന്ന കാര്യമോ ഇതൊന്നും നമ്മുടെ ഭൗമികമായ ഒരു കാര്യമല്ല ഇവിടെ ഇരിക്കുന്നത്. ഭൗമിക കാര്യം കൊണ്ടല്ല ഇത് ചെയ്യുന്നത്. നമ്മുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ചൊന്ന് ശക്തിയോടെ ബലപ്പെട്ട് നമ്മിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ ദൈവവചനത്തിന്റെ പ്രകാശനം തന്ന് ദൈവം ഇത് നമ്മൾ ചെയ്തെടുക്കാൻ ശക്തനാണ് എന്ന് പൗലോസ് ഉറപ്പിച്ച് പറഞ്ഞാണ് ആ ഭാഗം. ഇന്ന് രാത്രി നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിച്ച് ജാഗരിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ നിലകൊണ്ട ഓരോരോ കാര്യങ്ങൾക്കും ദൈവം അതിന് തൻ്റെ ആത്മാവിനാൽ അത് നമ്മൾ ചെയ്തെടുക്കുന്ന ദൈവം. We need to walk after the Spirit, that's all. We need to cling on to His word. ദൈവവചനത്തോടൊന്ന് ചേർന്ന് നിന്ന് ദൈവവചനത്തിനൊന്ന് ഇടം കൊടുത്ത് ആ പ്രാർത്ഥന എന്ന് പറയുന്നത് ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു അനുഭവം ആയിക്കോട്ടെ. നമുക്ക് പ്രാർത്ഥന എന്ന് പറയുന്നത് കാര്യം നേടിയെടുക്കാനുള്ള ഒരു ഉപാധിയായിട്ട് മാറ്റാതെ എൻ്റെ ദൈവത്തോട് രാവും പകലും ചേർന്ന് നിൽക്കുന്ന ഒരു അനുഭവമാക്കി അതിനെ മാറ്റട്ടെ. അങ്ങനെയാകുമ്പോൾ ദൈവത്തെ അറിഞ്ഞുകൊണ്ട്, ദൈവസ്നേഹത്തെ അറിഞ്ഞുകൊണ്ട്, ദൈവ വഴികളെ അറിഞ്ഞുകൊണ്ട്, ദൈവത്തിന്റെ ചിന്തകളെ ഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ നമ്മുടെ കൈകൾ ഉയർന്നിരിക്കാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മൾ കുഴഞ്ഞു പോകുന്ന സമയങ്ങളിൽ നമുക്ക് അതിനനുസൃതമായി ആൾക്കാരെ ദൈവം എഴുന്നേൽപ്പിച്ച് നമ്മളെ ഉറപ്പിക്കാൻ ദൈവം ഇടവരുത്തും. നമുക്ക് ദൈവങ്ങൾ നമ്മളെ തന്നെ കൊടുക്കും. നമുക്ക് തന്നിരിക്കുന്ന രക്ഷയുടെ സന്തോഷം എത്ര വലുപ്പമുള്ളതാണ്. അത് നമ്മളിൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്നത് അത് നമ്മെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. അത് മാത്രമല്ല, അതേ പരിശുദ്ധാത്മാവ് നമ്മിൽ വ്യാപരിക്കുന്ന തൻ്റെ ആ ശക്തിയാൽ നമ്മെ ചോദിക്കുന്നതിൽ നനയ്ക്കുന്നതിൽ അത്യന്തം പരമായി നമുക്ക് കരുതാൻ, നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ മതിയായ ദൈവമാണ്.
നമുക്ക് ദൈവവചനം നമ്മളെ തന്നെ കൊടുക്കാം. നമുക്ക് ദൈവസ്നേഹത്തിൽ ഒന്ന് യഥാസ്ഥാനപ്പെടാം, ദൈവവചനത്തിൽ ഒന്ന് ശക്തിപ്പെടാം. കർത്താവ് വചനങ്ങൾ നമ്മെ സഹായിക്കുമാറാകട്ടെ. താങ്ക് യു.